തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോമ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. മൂന്നിയൂർ പഞ്ചായത്തിലെ കളത്തിങ്ങൽപ്പാറയിൽ ജില്ലാ പഞ്ചായത്ത് പണി കഴിപ്പിച്ച വടക്കേപ്പുറത്ത് ബീരാൻകുട്ടി ഹാജി മെമ്മോറിയൽ സ്മാർട്ട് അംഗനവാടി കെട്ടിടം നാടിന് സമർപ്പിച്ചു. തിരൂരങ്ങാടി ബ്ലോക്കിലെയും മൂന്നിയൂർ പഞ്ചായത്തിലെയും ആദ്യത്തെ ശീതീകരിച്ച സ്മാർട്ട് അംഗനവാടിയാണിത്. ഉദ്ഘാടനത്തിനെത്തിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള വിശിഷ്ട വ്യക്തികളെ നാട്ടുകാരും കുടുംബശ്രീ അംഗങ്ങളും താളമേളങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്രയോടെ വേദിയിലേക്ക് ആനയിച്ചു. ഒരു ഉത്സവഛായയിൽ നടന്ന സ്മാർട്ട് അംഗനവാടിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പറും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ സെറീന ഹസീബിന്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്താണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത്. പക്ഷെ നമ്മൾ ഇങ്ങനെ അംഗനവാടി നിർമ്മിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ബഡ്സ് സ്കൂൾ നിർമ്മിക്കുന്നതിന് വേണ്ടി മറ്റു ഇതുപോലെയുള്ള ഗ്രാമപഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലും ഒക്കെ അല്ലെങ്കിൽ അവർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന വിവിധ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഫണ്ട് വകയിരുത്തുന്നതിനല്ല നമുക്ക് പണിയുള്ളത്. ആ ഒരു കെട്ടിടം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി അവിടെ സ്ഥലമുണ്ടോ എന്നാണ് നമ്മൾ ആദ്യം അന്വേഷിക്കുക. പലപ്പോഴും ജില്ലാ പഞ്ചായത്ത് ഇതുപോലെ അംഗനവാടി കെട്ടിടം ഉണ്ടാക്കാനൊക്കെ തുക മാറ്റിവെക്കും. ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ ഇതുപോലെ പാർട്ടിയുടെ പ്രതിനിധികളോ അല്ലെങ്കിൽ ആ പ്രദേശത്തെ മെമ്പറൊക്കെ ജില്ലാ പഞ്ചായത്ത് മെമ്പറോട് വാർഷിക പദ്ധതി രൂപീകരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ പ്രദേശത്ത് ഒരു അംഗനവാടി ഉണ്ട്, വാടക കെട്ടിടത്തിലാണ്, നിങ്ങൾ ഫണ്ട് മാറ്റിവെക്കണം എന്ന് പറഞ്ഞ് കളത്തിങ്ങൽപ്പാറ വടക്കേപ്പുറത്ത് ബീരാൻകുട്ടി ഹാജിയുടെ സ്മരണാർത്ഥം നിർമ്മിച്ച മനോഹരമായ സ്മാർട്ട് അംഗനവാടി ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ അധ്യക്ഷ സെറീന ഹസീബിന്റെ ഫണ്ടിൽ നിന്നും 41 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അംഗനവാടിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. അംഗനവാടിക്ക് ആവശ്യമായ സ്ഥലം വിട്ടു നൽകിയത് നാട്ടിലെ പൗരപ്രമുഖനും ജീവകാരുണ്യ പ്രവർത്തകനുമായ ബാപ്പുട്ടി ഹാജിയാണ്. ഈ ഭൂമിയിലാണ് ഏറെ മനോഹരമായ ഇരുനില കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. 22 വർഷത്തോളമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന അംഗനവാടി സ്വന്തം കെട്ടിടത്തിലേക്ക് മാറിയ സന്തോഷത്തിലാണ് നാട്ടുകാരും വിദ്യാർത്ഥികളും. അംഗനവാടിക്ക് സ്വന്തമായി സ്ഥലം കണ്ടെത്തി കെട്ടിടം നിർമ്മിക്കുമെന്നത് 14-ാം വാർഡ് അംഗം NM റഫീഖ് ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനമാണ് നിറവേറ്റപ്പെട്ടത്. അംഗനവാടിയുടെ നാൾ വഴികൾ പറയുകയാണെങ്കിൽ ആദ്യമായിട്ട് പറയാനുള്ളതും അതുതന്നെയാണ്. ഞാനൊരു ജനപ്രതിനിധിയായി ഇവിടെ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ മത്സരരംഗത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ജനങ്ങൾക്ക് കൊടുത്തൊരു വാഗ്ദാനം കൂടിയായിരുന്നു ഇവിടെ ഒരു അംഗൻവാടി നിർമ്മിക്കുക എന്നുള്ളത്. അതിന് എന്റെ കൂടെ ഏറ്റവും കൂടെ നിന്ന ആളുകളാണ് ഇവിടുത്തെ LMSC ഭാരവാഹികളും ഈ നാട്ടുകാരും. 22 വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് ഇന്നത്തെ 14-ാം വാർഡ് എന്ന് പറയുന്ന അന്നത്തെ 10-ാം വാർഡിന്റെ മെമ്പർ ഷംസാബിയാണ് ഇതിന് തുടക്കം കുറിക്കുന്നത്. അന്ന് അംഗൻവാടിക്ക് സ്ഥലം അന്വേഷിച്ച് നടന്നെങ്കിലും നമുക്ക് സ്വന്തമായി സ്ഥലമോ കെട്ടിടമോ കിട്ടാതെ മൂന്നിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NM സോറാബി സ്മാർട്ട് സിസ്റ്റം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹനീഫ അച്ചാട്ടിൽ, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്റ്റാർ മുഹമ്മദ്, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജാസ്മിൻ മുനീർ, PP മുനീർ മാസ്റ്റർ, CP സുബൈദ, മെമ്പർമാരായ ഉമ്മു സൽമ, ഷംസുദ്ദീൻ മണമ്മൽ, K മൊയ്തീൻകുട്ടി, ഹൈദർ K മൂന്നിയൂർ, അഷ്റഫ് കളത്തിങ്ങൽപ്പാറ, VP ചെറീദ്, PK കുഞ്ഞി മുഹമ്മദ് ഹാജി, VP മുജീബ്, സക്കീർ ചോനാരി, KK മുജീബ്, C ഹസൻ എന്നിവർ സംസാരിച്ചു. വാർഡ് മെമ്പർ NM റഫീഖ് സ്വാഗതവും അംഗനവാടി ടീച്ചർ മഞ്ജുള നന്ദിയും പറഞ്ഞു. അംഗനവാടിക്ക് സ്ഥലം വിട്ടു നൽകിയ VP ബാപ്പുട്ടി ഹാജിക്കുള്ള ജില്ലാ പഞ്ചായത്തിൻ്റെ ഉപഹാരം MK റഫീഖ നൽകി.
ഫണ്ട് അനുവദിച്ച ജില്ലാ പഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്ത് മെമ്പർ സെറീന ഹസീബിനും ഗ്രാമപഞ്ചായത്ത് മെമ്പർ NM റഫീഖിനുമുള്ള ഉപഹാരം ALMSSE അംഗങ്ങളും പഞ്ചായത്ത് AE, ഓവർസിയർ, കോൺട്രാക്ടർ എന്നിവർക്കുള്ള ഉപഹാരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും നൽകി. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി. അങ്ങ് ദൂരെ മലേഷ്യയിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവന്നാലോ? അതും സൗജന്യമായി. വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? 2025 ജൂലൈ 1 മുതൽ 2026 ഓഗസ്റ്റ് 30 വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും സ്വാ ഡയമണ്ട്സ് പർച്ചേസ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 30 പേർക്കാണ് ഈ സുവർണാവസരം. ഈ വർഷകാലയളവിനെ 3 ഭാഗങ്ങളായി തിരിച്ച് നറുക്കെടുപ്പ് സംഘടിപ്പിക്കും. ഓരോ നറുക്കെടുപ്പിലെ വിജയികൾക്കായിരിക്കും ഈ സൗജന്യ മലേഷ്യ യാത്ര. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഡയമണ്ട് വാങ്ങുന്നതിനും ഇന്ന് തന്നെ ചെമ്മാട് തൂബ ജ്വല്ലറി സന്ദർശിക്കും.